സ്വർണവും പണവും കവർന്ന ഹോം നേഴ്സ് പിടിയിൽ. അഞ്ചൽ സ്വദേശി സബീനയാണ് അറസ്റ്റിലായത്. തേവലക്കരയിലെ വീട്ടിൽ ഇവർ ഹോം നേഴ്സായി ജോലി ചെയ്തു വരുമ്പോഴാണ് പണവും സ്വർണവും അപഹരിച്ചത്. അഞ്ചൽ വിളക്കുപാറ ഷാജി മൻസിലിൽ 39-കാരിയായ സബീനയാണ് പിടിയിലായത്. രോഗിയെ പരിചരിക്കാനെത്തിയ ഇവർ സ്വർണവും 10,000 സൗദി റിയാലും കവരുകയായിരുന്നു. തേവലക്കര പഞ്ചായത്ത് അംഗം അനസ് യൂസഫിന്റെ മുള്ളിക്കാല മറവരയ്യത്ത് വീട്ടിൽ ഇദ്ദേഹത്തിന്റെ അമ്മയെ പരിചരിക്കാനെത്തിയതായിരുന്നു ഇവർ. 8 മാസത്തിലേറെയായി ഇവിടെ ജോലി ചെയ്തു. ഇതിനിടെ കഴിഞ്ഞ ഫെബ്രുവരി 3-ന് സ്വർണവും ജൂണിൽ റിയാലും മോഷ്ടിക്കുകയായിരുന്നു. അനസിന്റെ സഹോദരന്റെ കുഞ്ഞിന്റെ 1/4 പവൻ സ്വർണമാല, 2 ഗ്രാം മോതിരം എന്നിവയാണ് ആദ്യം മോഷ്ടിച്ചത്. എന്നാൽ വീട്ടുകാർ ഇവരെ സംശയിച്ചില്ല. പിന്നീട് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 10,000 റിയാൽ മോഷണം പോയതോടെയാണ് തെക്കുംഭാഗം പോലീസിൽ പരാതി നൽകിയത്. ഇവർ ജോലി നോക്കി വരുന്നതിനിടെ പോലീസ് രഹസ്യമായി അന്വേഷണം നടത്തുകയായിരുന്നു. എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ട് വെറുതെ ഒരു സ്ത്രീ അങ്ങനെ പിടിക്കാൻ പാടില്ലാത്തതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് അന്വേഷിച്ചു. അങ്ങനെ ആ സ്ത്രീയെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ആ സ്ത്രീക്ക് ഇരവിപുരം പോലീസ് സ്റ്റേഷനിലും പൂയപ്പള്ളി പോലീസ് സ്റ്റേഷനിലും സമാനമായ കേസ് ഇങ്ങനെ സർവൻ്റായിട്ട് നിന്ന് മോഷണം നടത്തിയ കേസുണ്ടെന്ന് അറിഞ്ഞു. അങ്ങനെ ആ സ്ത്രീയെക്കുറിച്ച് കൂടുതലായിട്ട് അവരുടെ CDRകളും മറ്റും പരിശോധിച്ചു. അതുപോലെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചപ്പോൾ അവർക്ക് ആ ബാങ്കിൽ അവർക്ക് നേരത്തെയുള്ള എമൗണ്ടിന് അല്ലാത്ത രീതിയിൽ ക്രമരഹിതമായി കൂടുതൽ കാശുകൾ വന്നതായിട്ട് കണ്ടു. അങ്ങനെ അതിനെ സംബന്ധിച്ചുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ എടുത്തപ്പോൾ മനസ്സിലായി അവർക്ക് മറ്റു വരുമാന മാർഗ്ഗമൊന്നുമില്ല. പക്ഷേ അപ്പോൾ അവർക്ക് കൂടുതൽ കാശ് വരാനുള്ള സാധ്യത ഈ മോഷണത്തിൽ നിന്നാണ് മനസ്സിലായതിനു ശേഷം അവരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തതിൽ പരാതി സമ്മതിച്ചില്ലെങ്കിലും ഈ എവിഡൻസുകൾ നിരത്തിയപ്പോൾ അവർക്ക് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞു. അവർ അഞ്ചൽ ഏരൂരിലുള്ള ഒരു ഭാഗത്ത് അവർ ഇങ്ങനെ സ്വർണം പണയം വെച്ചതായിട്ട് പറഞ്ഞു. അങ്ങനെ അത് പോയി. അങ്ങനെ സ്വർണം റിക്കവർ ചെയ്തു. അതുപോലെ അതിനടുത്ത് തന്നെ ഒരു അഞ്ചലുള്ളൊരു ഭാഗത്ത് ഒരാളെ കൊണ്ട് ഈ റിയാൽ മാറ്റി കാശാക്കി അങ്ങനെ അവിടെ പോയിരുന്നു. അപ്പോൾ റിയാൽ അവർ ചെലവഴിച്ചിട്ടുണ്ട്. അത് റിക്കവറി എവിടെയാണെന്ന് വെച്ചാൽ അത് കണ്ട് റിക്കവർ ചെയ്യുന്നതാണ്. അങ്ങനെ അവരെ അഞ്ചൽ ഏരൂരിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ പണയം വെച്ചിരുന്ന സ്വർണവും യുവാവിന്റെ സഹായത്തോടെ മാറിയെടുത്ത റിയാലും കണ്ടെത്തി. ഏജൻസി വഴിയാണ് ഇവർ തേവലക്കരയിലെ വീട്ടിൽ ജോലിക്കെത്തിയത്. പരവൂർ, ഇരവിപുരം എന്നിവിടങ്ങളിലും സബീനയ്ക്കെതിരെ മോഷണ കേസ് നിലവിലുണ്ട്. SHO S ശ്രീകുമാർ, SI എൽനിയാസ്, CPOമാരായ വിനീഷ്, അൻസിഫ്, ലതിക, ആര്യ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. തെക്കുംഭാഗം പോലീസ് ഇവരുമായി അഞ്ചലിലെത്തി തെളിവെടുപ്പ് നടത്തി. തുടർന്ന് റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, ചവറ.